ഹലോ ഗൈസ്, എല്ലാവർക്കും മെയിൻ വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താ വെച്ചെങ്കിൽ തീരെ നമുക്ക് ടൈമില്ല. നമുക്കിനി ഒരു ദിവസം കൂടെ ഉള്ളൂ ക്രിസ്മസ് എക്സാമിന്. വെനസ്ഡേ ആണ് തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മാത്സ് ആണ്. ഞാനാണെങ്കിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട്, കുറച്ച് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ലേന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടില്ല മര്യാദയ്ക്ക്. അതുപോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് നോക്കി മാത്രമേ വെച്ചിട്ടുള്ളൂ. മര്യാദയ്ക്ക് ഫുള്ളായിട്ട് ഒരു സബ്ജക്റ്റ് പോലും ഫുള്ളായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. അവിടുന്ന് ഇവിടുന്ന് തന്നെ അറിയുള്ളൂ. അപ്പോൾ ഇനി സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ എഫക്റ്റീവായിട്ട് ഇനി ഇതിൻ്റെ തലേദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ടൈം കൊണ്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാനുള്ള ഇതിൻ്റെ ഒരു ചെറിയ എൻ്റെ വക ടിപ്പാണ്. ഞാനതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ആകെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനുള്ള നേരേ ഉള്ളൂ. കാരണം വലിയ ക്ലാസ്സൊക്കെ കണ്ട് ഇപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ ക്ലാസ്സൊക്കെ കാണാൻ ഫോണും കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ പാരൻസ് ഫോണും തന്നൊന്നും വരില്ല. അപ്പോൾ അത് കാരണം തന്നെ അതിനുള്ള ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നല്ലെങ്കിൽ ഫോണിൽ നോക്കിയിട്ട് ബുക്കിൽ എഴുതിയെടുത്തിട്ടോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ എടുത്തിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. മാത്സ് എക്സാമിന് ഒരു ദിവസം കൂടി എടുക്കും. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വന്നിട്ട് നാളെ മൊത്തം ഇരുന്നിട്ട് അത് ആൻസർ ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് മാത്സ് ആയതുകൊണ്ട് തീരെ അറിയാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. അതിനുവേണ്ടി തന്നെ നമ്മുടെ സൈലത്തിൽ ഞാൻ കണ്ട ക്ലാസ്സാണ്. അതായത് ഓൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സാമിനുള്ള എല്ലാ പാടും തന്നിട്ടുള്ളൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് ഞാൻ കണ്ടിട്ട് അത് പഠിച്ചതിന് ശേഷം നോട്ടിൽ എഴുതിയെടുത്ത് പഠിച്ചതിന് ശേഷം ആണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് ചെയ്തത് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ അത് ആൻസർ ചെയ്തിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതേപോലത്തെ വല്ല ക്ലാസ്സുകളുണ്ടെങ്കിൽ അതായാലും നോക്കാം. അങ്ങനെ സമയം കളയുമ്പോൾ അതിനുള്ള നേരമുള്ളൂ നമുക്ക്. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇത് അത്യാവശ്യം ആൻസർ ചെയ്യുമ്പോൾ 2022-23 ക്വസ്റ്റ്യൻ പേപ്പറാണ് കൂടുതലും നമുക്ക് അത് ആൻസർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് മുമ്പുള്ളത് അത്ര പ്രയോറിറ്റി വേണ്ട. അപ്പോൾ അത് രണ്ടും നന്നായി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിലുള്ളത് മാത്രം പഠിക്കാനുള്ള നേരമുള്ളൂ. ഞാൻ മാത്സിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ഇനി മാത്സ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, സോഷ്യലാണ് പ്രധാനമായിട്ടുള്ളത്. സോഷ്യൽ പഠിക്കാൻ ഒരു ടൈമില്ല. ഞാനാണെങ്കിൽ മര്യാദയ്ക്ക് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം തന്നെ സോഷ്യൽ പഠിക്കാനായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ 2022-23 ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാനിനി പഠിക്കുന്നത്. നമ്മുടെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ അതിൽ ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് മാത്രമാണ് ഞാൻ പഠിച്ചിട്ട് എക്സാമിന് പോകാൻ പോകുന്നത്. അത് പഠിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല ഇതുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തായാലും എഫക്റ്റീവ് ആവില്ലയോ എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ അറിയാൻ പറ്റും. കാരണം എല്ലാവരും കൂടുതൽ ഇത് എഫക്റ്റീവ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐഡിയ വർക്കൗട്ട് ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇനി ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഇനി പഠിച്ച് തുടങ്ങാത്തവരും അല്ലെങ്കിൽ പഠിച്ച് തീരെ ആവാത്തവർക്കൊക്കെ ഇത് ഭയങ്കര എഫക്റ്റീവ് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതൊക്കെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ റിവ്യൂ ഇടാം. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് വേണ്ടി ഞാൻ പ്രത്യേകം ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. ഇതാണ് ഞാനൊരു പറയാമെന്ന് പറഞ്ഞൊരു ടിപ്പ് എന്ന് പറയുന്നത്. സോഷ്യൽ നമുക്ക് ഗൂഗിളിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അത് മാത്രം പഠിക്കുക. അല്ലാതെ കുറേ വാരി വലിച്ച് പഠിക്കാനുള്ള സമയമില്ല നമുക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സോഷ്യൽ മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഇനി ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ബേസ് ചെയ്തിട്ട് പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2022-23 മാത്രം എല്ലാം കൂടി നോക്കാൻ നിന്നാൽ നമുക്ക് കവർ ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ അത് മാത്രം പഠിച്ചിട്ട് വിചാരിക്കുന്നത് എന്താവുന്നുള്ളതൊക്കെ എക്സാമിന് കാണാം. എക്സാമിൻ്റെ ഒരു വ്ളോഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. ബൈ.